എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. കിസാൻ സമ്മാൻ നിധിയിൽ 19 ഗഡുക്കളാണ് നമുക്കെല്ലാവർക്കും ഇതുവരെയായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇനി 20ാമത്തെ ഗഡു ജൂൺ മാസം ആദ്യ ആഴ്ചകളിൽ എത്തിച്ചേരും എന്നുള്ള അറിയിപ്പാണ് വരുന്നത്. ഇതിനു മുന്നോടിയായിട്ടാണ് എല്ലാ കർഷകരെയും ഒന്നുകൂടി വെരിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, ഒന്നുകൂടി സ്ഥിരീകരിച്ച് ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 3 പ്രധാന കാര്യങ്ങൾ എല്ലാ കർഷകരും ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി കോമൺ സർവീസ് സെൻറ്റർ വഴി പരിശോധന ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാറുമായിട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ കൂടി കയ്യിൽ കരുതേണ്ടതാണ്. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ ഇലക്ട്രോണിക് KYCയുടെ സ്റ്റാറ്റസ് നോക്കുക എന്നുള്ളതാണ്. ഇലക്ട്രോണിക് KYC വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി ബാക്കി നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ പോലുള്ള ഒരു കാര്യവും ഏറ്റവും ഒടുവിലായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങും എല്ലാവർക്കും തന്നെ ആധാറുമായിട്ട് സീഡായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ചില ബാങ്ക് അക്കൗണ്ടുകൾ മാറി മറിഞ്ഞൊക്കെ കിടക്കുന്ന സാഹചര്യമുണ്ട്. ഉദ്ദേശിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് ധനസഹായം എത്തിച്ചേരണമെന്നില്ല. ഇനി ഇങ്ങനെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഒരു അക്കൗണ്ട് പോലും ചിലപ്പോൾ സീഡായി കാണില്ല. ഇനി സീഡായിട്ട് അക്കൗണ്ടിൽ ധനസഹായം ലഭിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കുകയും വേണം. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് അറിയുന്നതിന് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിനെ സമീപിച്ചാൽ മതിയാകുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറി ഇത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു 3 കാര്യങ്ങൾ എല്ലാ കർഷകരും ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതാണ്. കാരണം നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിരവധി കർഷകർക്ക് KYC പോലുള്ള, അതായത് വീണ്ടും വെരിഫിക്കേഷൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് വരുന്ന സാഹചര്യത്തിലും ഒരുപാട് കർഷകർ ഇതിൽ അനർഹമായിട്ടുണ്ട് എന്ന് സർക്കാർ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വിവിധ വെരിഫിക്കേഷൻ ഒന്നുകൂടിയൊക്കെ ആരംഭിക്കുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു അറിയിപ്പുകൾ ഇപ്പോൾ നൽകിയിട്ടുള്ളതും. ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ ഈ മെയ് മാസം 31 വരെ കേന്ദ്ര സർക്കാർ നടത്തുന്നതും. ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ഫോണിലേക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ ഒരു ആപ്ലിക്കേഷനാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു സന്ദേശം ഉൾപ്പെടെ വന്നു. അതോടൊപ്പം തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ ഫയലും നമ്മുടെ ഫോണിലേക്ക് വാട്സപ്പ് വഴി എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളതല്ല. ഇത്തരം ആപ്ലിക്കേഷൻ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഹാക്കർമാർ കൈവശപ്പെടുത്തുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ജാഗ്രത പാലിക്കുക. കേരള പോലീസും അതോടൊപ്പം തന്നെ കാർഷിക വകുപ്പും കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗത്തു നിന്നും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയിപ്പുകൾ നൽകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക.